ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാഅയിലെ അൽ വഹ്ദത്തുൽ ഊല ഒന്നാമത്തെ യൂണിറ്റ്, അതിലെ 6ാമത്തെ പാഠമായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു ചിത്രത്തോടെ കൂടെയുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു കൈ കാണിച്ചു തന്നത് എന്നത് നമുക്ക് മനസ്സിലായില്ലേ? ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയും അല്ലേ? അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ കൈ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കാണിച്ച് ഒരു ഉസ്താദ്, നമ്മുടെ AP ഉസ്താദിൻ്റെ ദുആയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് എന്നിട്ട് പാഠഭാഗത്തെക്കുറിച്ചൊന്ന് പറയാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا ഉസ്താദ് ദുആ ചെയ്തത് കേട്ടോ? ദുആ ചെയ്യുമ്പോൾ കൈ എങ്ങനെ വെക്കണമെന്നത് ഉസ്താദ് ഇവിടെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഇനി 2 കൈയും ഇതുപോലെ കൂട്ടിപ്പിടിച്ചാട്ടെ. ഇതുപോലെ കൂട്ടിപ്പിടിക്കണം. വിരലുകൾ അടുപ്പിച്ച് വെക്കണം. ഈ കൈ കൊണ്ട് ഇനി നാം എന്താ ചെയ്യാൻ പോകുന്നത് മക്കൾ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കുക. ഈ കൈ കൊണ്ട് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് കോരിയെടുക്കണം. വിരലുകൾ അടുപ്പിച്ച് വെക്കാതിരുന്നാൽ വെള്ളം കൊഴിഞ്ഞു പോകും. വിരലുകളൊക്കെ അടുപ്പിച്ച് വെക്കുക ഇതുപോലെ. കണ്ടല്ലോ? ഇനി 2 കൈ കൊണ്ടും വെള്ളം കോരിയാട്ടെ ബക്കറ്റിൽ നിന്ന്. കോരിയോ? ഇനി കളയാതെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. ഒഴിച്ചോ? ഒഴിച്ചു. ഇനി ഒന്നുകൂടെ വിരലുകൾ അടുപ്പിച്ച് വെക്കണം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എങ്ങനെയാണ് നാം വെള്ളം കോരിയത് ബക്കറ്റിൽ നിന്ന്? കൈ കൊണ്ട് കോരി. കൈ എങ്ങനെ പിടിച്ചു? കൈയിൻ്റെ വിരലുകളൊക്കെ അടുപ്പിച്ച് വെച്ച് ഇതുപോലെ കുണ്ടാക്കി പിടിച്ചു. കണ്ടല്ലോ? നമുക്കൊന്നുകൂടെ കോരി നോക്കാം. കണ്ടില്ലേ? അപ്പോൾ നാം ദുആ ചെയ്തത് കണ്ടു, ദുആ ചെയ്തത് കേട്ടു. ആരാണ് ദുആ ചെയ്തത് എന്ന് മക്കൾക്കറിയുമോ? അതാണ് ഉസ്താദ്. ഏത് ഉസ്താദ്? AP ഉസ്താദ്. അതെ, ആരാണ്? AP ഉസ്താദ് എൻ്റെ മുല്ലപ്പൂവ് മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് തന്നതാണ്. ഉസ്താദ് ദുആ ചെയ്തപ്പോൾ കൈ പിടിച്ചത് ശ്രദ്ധിച്ചോ മക്കൾ? എങ്ങനെയാണ് കൈ പിടിച്ചത്? ഇതുപോലെ. ഞാൻ കൈവച്ചത് ശ്രദ്ധിച്ചോ മക്കൾ? ഇതുപോലെ. ഇങ്ങനെയാണ് ദുആ ചെയ്യുമ്പോൾ കൈ പിടിക്കേണ്ടത്. നാം ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയില്ലേ? വിരലുകളെല്ലാം അടുപ്പിച്ച് വെച്ച് ഇതുപോലെ ദുആ ചെയ്യുമ്പോൾ കൈ പിടിക്കണം. നെഞ്ഞിൻ്റെ നേരെ ഇതുപോലെ. മനസ്സിലായോ? മനസ്സിലായി. ഇനി എല്ലാവരും നമ്മുടെ കിതാബ് എടുത്താട്ടെ. അപ്പോൾ ചിത്രത്തിൽ കണ്ടതുപോലെയും വീഡിയോയിൽ ഉസ്താദ് വെള്ളം കോരാൻ കൈ എങ്ങനെ വെക്കുന്നത് കണ്ടതുപോലെയും നമുക്ക് കൈ വെക്കാൻ ശീലിക്കണം. അതുപോലെ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് എന്താണ്? ഇങ്ങനെ കൈവച്ച് ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയണം. അവിടെ ആമീൻ എന്ന് പറയുമ്പോൾ അവിടെ അലിഫ് അല്ലേ? ആദ്യത്തെ അക്ഷരം. അലിഫിന് മുകളിൽ ഫതഹയാണോ? അല്ല. അലിഫിന് മുകളിൽ എന്താണ്? മദ്ദയാണ്. മദ്ദ. അക്ഷരങ്ങളുടെ മുകളിൽ
മദ്, മദ്ദ മദ് രണ്ടും സെയിമാണ്. മദ് വരുമ്പോൾ നമ്മൾ ആ അക്ഷരത്തെ നീട്ടണം. ആമീൻ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മദ്ദക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അവിടെ മീമിന് കസറയെ നീട്ടാൻ യാ നൽകിയിട്ടുണ്ട്. ആമീൻ അല്ലേ? അപ്പോൾ ഫതഹയെ നീട്ടാൻ അവിടെ മുകളിൽ മദ് ഇട്ടിട്ടുണ്ട്. മീമിൻ്റെ കസറയെ നീട്ടാൻ മദ്ദക്ഷരമായ യാവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദുആ കേൾക്കുമ്പോൾ ആമീൻ എന്ന് പറയണം. എന്താണ് ആമീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയോ? ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് നമ്മൾ ആമീൻ ആമീൻ എന്ന് ദുആ ചെയ്യുമ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ആമീൻ പറഞ്ഞു പഠിക്കുക. പിന്നെ അവിടെ താഴെയുള്ളത് നമുക്കൊന്ന് വായിക്കാം. അവിടെ ആമന, ആമന, ആ റെഡ് കളറിൽ വന്ന അക്ഷരങ്ങൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് മദ് വരുന്നതാണ്. അപ്പോൾ അവിടെ ആമന. രണ്ടാമത്തതോ ഊ, ലൊമ്മയെ നീട്ടാൻ വാവ്, അലിഫ്, ഹംസ, മുകളിൽ ലൊമ്മ ഉ അല്ലേ? ഊ, ഊമിന, ഊമിന. അടുത്തതോ അലിഫ്, ഹംസ, കസ്ര, ഇ അല്ലേ? കസ്രയെ നീട്ടാൻ യാ, മദ്ദായിട്ട് വന്നത് യാ ആണ്, മദ്ദക്ഷരമായിട്ട് വന്നത് യാ. ഈമാനുൻ, ഈമാനുൻ. അവിടെ മീമിന് അലിഫ് കൂടി ഉണ്ട് അല്ലേ? അവിടെ റെഡ് കളർ വന്നിട്ടില്ല. നമുക്കിപ്പോൾ ആദ്യം അലിഫിൻ്റെ ഇതാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഈമാനുൻ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. മദ്ദ വരുന്നത് അതിൻ്റെ ഉച്ചാരണങ്ങൾ. മദ്ദക്ഷരം ഫതഹയുടെ കൂടെ ആ, ലൊമ്മയുടെ കൂടെ ഊ, കസ്രയുടെ കൂടെ ഈ. അപ്പോൾ അലിഫ്, വാവ്, യാ. അപ്പോൾ അവിടെ അലിഫ് പകരാണ് അല്ലേ? മുകളിൽ മദ്ദ ഫതഹ പോലെ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി താഴെ വന്ന അക്ഷരങ്ങളും കൂടി നമുക്കൊന്ന് വായിക്കാം. നമ്മൾ ആ എന്ന് വരുന്നത് എങ്ങനെയൊക്കെയാണ് അലിഫ് ഉച്ചാരണം വരുന്നത്? അവിടെ അലിഫിന് മുകളിൽ മദ്ദ ആ, ഹംസയുടെ മുകളിൽ ഫതഹ, ഫതഹയെ നീട്ടാൻ അലിഫ് ആ. ഇനിയാ അവിടെ ബാ പോലെ എഴുതി, അവിടെയും ഹംസ നൽകി ഫതഹ നൽകി ഫതഹയെ നീട്ടാൻ അലിഫ് ഇട്ടിട്ടുണ്ട്. എന്നാൽ ബാ പോലെ എഴുതുന്നുള്ളൂ, ബാൻ്റെ പുള്ളിയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ഹംസയും ഫതഹും നോക്കിയാൽ മതി, ഫതഹയെ നീട്ടാനുള്ള അലിഫും. ഓക്കെ. അപ്പോൾ അവിടെയും ആ എന്ന് തന്നെയാണ്. അവിടെ ബാ പോലെ എഴുതി, അതിന് മുകളിലും ഹംസ നൽകി ഫതഹ നൽകിയാൽ ആ എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ എഴുത്ത് രീതി മനസ്സിലാക്കുക. ഹംസയും ഫതഹും വന്ന് നമ്മൾ നീട്ടാൻ വരുന്ന മദ്ദക്ഷരമായ അലിഫ് കൂടെ വരുന്നു അല്ലേ? അപ്പോൾ അവിടെ ആ. അപ്പോൾ ആന്ന് 3 രീതിയിൽ എഴുതുന്നത് മനസ്സിലാക്കുക കേട്ടോ. ഇനിയോ ഊ, ലൊമ്മയെ നീട്ടാൻ, ലൊമ്മയെ നീട്ടാൻ അലിഫ്, ഹംസ, ലൊമ്മ, ലൊമ്മയെ നീട്ടാൻ ഊ എന്നത് വന്നത് മനസ്സിലാക്കാം. ഇനി ഈ വരുന്നത് നോക്കൂ. ഈ നമ്മൾ അലിഫ്, ഹംസ, കസ്ര, ഈ അല്ലേ? അവിടെ മദ്ദക്ഷരമായ യാ നൽകുമ്പം ഈ, കസ്രയെ നീട്ട യാ, ഈ. അതുപോലെ തന്നെ ഹംസ അവിടെ എഴുതിയത് നോക്കുക, ചിത്രം നോക്കുക അല്ലേ? എങ്ങനെയാണ്? ഹംസയും താഴെ കസ്രയും അതിനോട് കൂടിയിട്ട് യാവും ഈ എന്ന് തന്നെയാണ് അതും പറയുക. അപ്പോൾ എവിടെയാണോ ഹംസയും കസറ ഫതഹ എങ്ങനെയാണോ വരുന്നത്, ലൊമ്മയാണോ വരുന്നത് നോക്കിയിട്ട് വേണം നമ്മളവിടെ ഉച്ചാരണം മനസ്സിലാക്കാൻ. ആ, ഊ, ഈ എന്നത് മനസ്സിലാക്കുക. ഇനി താഴെ ഫതഹ തൻവീൻ വരുന്നു, അൻ. അവിടെയും ഹംസ എവിടെയാണോ അത് ഫതഹയാണെങ്കിൽ അൻ. അടുത്തതും അൻ. അടുത്തത് ഹംസയും താഴെ കസ്ര തൻവീനും വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെയും
എന്താണ് ഇൻ ഇൻ ഇൻ. പിന്നെ ഹംസയും ലോമ്മ തൻവീനും ഉൻ ഉൻ. വാവിൻ്റെ മുകളിലും ഹംസയും ലൊമ്മ തൻവീനും അപ്പോഴും ഉൻ ഉൻ. അപ്പോൾ അലിഫ് വാവ് യാ ഇതിൻ്റെ മുകളിൽ ഹംസ വന്ന് ഫത്താ തൻവീനാണോ കസ്റ തൻവീനാണോ ലൊമ്മ തൻവീനാണോ അതിനനുസരിച്ച് അവിടെ ഉച്ചാരണം മാറും. അൻ ഇൻ ഉൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെ പാഠഭാഗങ്ങൾ മുഴുവനായിട്ടും ബാക്കി പാഠങ്ങളും ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇനി മുന്നേ ചെയ്ത വീഡിയോസാണല്ലോ, ഓരോ വർഷം പാഠഭാഗത്തിൽ പല അപ്ഡേഷനുകളും വരുന്നുണ്ട്. ഇപ്പോൾ ബുക്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് വീഡിയോ മാറ്റി ചെയ്യണം. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും മാറിപ്പോയതൊക്കെ വരാം, കട്ട് ചെയ്യാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാവും എഡിറ്റിങ്ങിൽ. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിലും അറിയിക്കണം. ഇനി 1-ാം ക്ലാസ്സാണ്, അക്ഷരങ്ങളൊന്നും എത്ര മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ആവില്ല. അപ്പോൾ അവർക്ക് പ്രത്യേക കെയറിങ്ങോടെയും പ്രത്യേക രീതിയിലും അവരെയൊക്കെ പഠിപ്പിച്ചെടുക്കാനുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അവരെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ട്യൂഷൻ നൽകാവുന്നതാണ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് വേണമെങ്കിൽ അതും ഒക്കെ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ആരും കോൾ ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.